വെൽക്കം ടു ട്രൈഡ്വുഡ്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം, ഇന്നലെ ഒരു ഇൻഡിസേഷൻ ക്യാൻഡിലായിരുന്നു ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഇന്ന് മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് താഴോട്ടേക്ക് വന്നിട്ട് ചെറിയൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഒരു മൂവ്മെന്റ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും മാർക്കറ്റ് വരാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ഏരിയാസ് ഒന്ന് പറയാം. ആദ്യമായിട്ട് ഈ ലെവലിലേക്ക് മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ആ ലെവലില് ഇന്നലത്തെ ഒരു ക്യാൻഡിലും ഉണ്ട്. അതിന്റെ ലോയി ബ്രേക്ക് ചെയ്യാനും സാധ്യത കാണുന്നുണ്ട്. കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഇവിടേക്കാണ്. അവിടെ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് താഴോട്ടേക്ക് ഇവിടേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ 3 ഏരിയാസ് നമ്മൾ സപ്പോർട്ട് ഏരിയയിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഇന്നലത്തെ മിഞ്ഞാന്തയും ക്യാൻഡിലിന്റെ ഒക്കെ ഹൈയിലാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും പറയുന്ന പോലെ ഇതൊരു വലിയൊരു ക്യാൻഡിലാണ്. FEG ഉണ്ട് ഇവിടെ. ആ ഒരു FEGയിലെ റെസ്പെക്ട് ചെയ്തിട്ട് ഏത് സമയം മാർക്കറ്റ് താഴോട്ടേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. വൺ അവർ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയാൽ കാണാം, എല്ലാ ഏരിയാസും വളരെ അടുത്ത് ക്ലോസ് റേഞ്ചിൽ നിൽക്കുന്ന ഏരിയാസ് ആണ്. എന്നിരുന്നാലും നമുക്ക് അതിന്റെ പ്രൈസ് ഒന്ന് നോട്ട് ചെയ്യാം. ആദ്യമായിട്ട് സപ്പോർട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 64.579 ആൻഡ് 65.095. അടുത്തത് 65.636 ആൻഡ് അടുത്തത് 66.144. അടുത്തത് 66.471 ആൻഡ് അടുത്തത് 67.012. ഇനി അടുത്തത് റെസിസ്റ്റൻസ് ആണ്, വലിയൊരു റെസിസ്റ്റൻസ് ആണ്. 67.879 ആൻഡ് 69.064. പിന്നെ അടുത്തൊരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലാണ്, 71.033 ആൻഡ് 72.277. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിലുള്ളത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, ഈ ഒരു ലെവലിൽ വന്നിട്ട് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയി റേഞ്ച് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ മുകളിലോട്ട് പോകണമെങ്കിൽ സംഭവിക്കേണ്ട കാര്യം ഈ ലെവലിലുള്ള ലോയിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷമായിരിക്കും മുകളിലോട്ട് പോവുക. അതായത് കുറച്ചുകൂടി താഴോട്ട് വന്ന് ഒരു സപ്പോർട്ട് ക്ലിയർ ആയിട്ട് എടുത്തതിന് ശേഷമായിരിക്കും മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നത്. അപ്പോൾ അങ്ങനെ മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെന്റം തന്നിട്ട് ആയിരിക്കും പോകുന്നുണ്ടാവുക. ആ മൊമെന്റത്തിലേക്കുള്ള റീടെസ്റ്റിലാണ് നമുക്കൊരു ബൈ എൻട്രി എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ ഒരു മൊമെന്റം തന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു ലെവലിലൊക്കെ എത്തുന്ന സമയത്ത് ഒരു ചെറിയ FEG ഉണ്ട്. ചിലപ്പോൾ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് പുൾ ബാക്ക് തരും. അങ്ങനെ പുൾ ബാക്ക് തന്നിട്ടുണ്ടെങ്കിൽ നോക്കുക എവിടെ വരെ മാർക്കറ്റ് വരുമെന്ന് നോക്കുക. ഡയറക്റ്റ് എൻട്രി എടുക്കാതെ എവിടെ വരെ മാർക്കറ്റ് വരും എന്ന് നോക്കുക. എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന നല്ലൊരു മൊമെന്റം ക്യാൻഡിൽ ബേസ് ചെയ്തിട്ട് ഒരു ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇതാണ് ബൈ എൻട്രിയുടെ കാര്യം പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ മുകളിലൊക്കെ എന്നും പറയുന്ന പോലെ തന്നെ വലിയൊരു FEG ഉള്ളതാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ മാർക്കറ്റ് ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ ഇതുപോലുള്ള കൺസോൾട്ടേഷൻ ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി സെൽ എൻട്രി എന്ന് പറയുന്നത് ഈ ലെവലിന്റെ താഴെയാണ് ഉള്ളത്. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് കയറിപ്പോയ ഒരു കൺസോൾട്ടേറ്റ് ചെയ്ത് കയറിപ്പോയ ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നായിരിക്കും മാർക്കറ്റ് പോകുന്നത് എന്നുള്ളത്. ഇനി അവിടെ നിന്നിട്ടും ഇറങ്ങി വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഇവിടെ നോക്കിയാൽ കാണാം, നല്ല സ്ട്രോങ് ആയിട്ട് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയതാണ്. ഇനി അതിന്റെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് 50 മിനിറ്റ്സിന്റെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയൊരു ലെവലുണ്ട് അതുകൂടെ, അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ലെവലിലേക്ക് വരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ലെവലുകൾ ഉള്ളത്. അവിടേക്കൊക്കെ മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്.